ലിംഗത്തിന്റെ അഗ്രചർമ്മം പിന്നോട്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പല ആൺസുഹൃത്തുക്കളുടെയും ഒരു ടെൻഷൻ ഉള്ള ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ രണ്ട് തരത്തിൽ കാണാം. ഒന്ന്, നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ ഈ അഗ്രചർമ്മം ടൈറ്റായ രീതിയിലായിരിക്കും ഉണ്ടാവുക. പിന്നീട് അത് പതിയെ പതിയെ മാറി വരും. ഒരു 8 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ആ സ്കിന്നൊക്കെ കുറച്ച് ലൂസായിട്ട് പിന്നോട്ടാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. പക്ഷേ ഒരു നിശ്ചിത ശതമാനം ആൾക്കാർക്ക് വലിയ മാറ്റങ്ങളില്ലാതെ തുടരുകയും കുറച്ച് മുതിർന്നു വരുമ്പോഴും അതേപോലെ തന്നെ നിൽക്കുന്ന അവസ്ഥയും കാണാൻ പറ്റും. ഇത് കൂടാതെ പാത്തോളജിക്കലായിട്ട്, അതായത് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ രൂപപ്പെട്ടിട്ട് അങ്ങനെയും ഈ സ്കിൻ ടൈറ്റായി വരുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാന്നുള്ളതാണ്. അപ്പോൾ ഇതിനെല്ലാം അതിൻ്റെതായ സൊല്യൂഷൻസുകളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ആ ഒരു സ്കിന്ന് ചെറുപ്പത്തിലെ ടൈറ്റായി നിൽക്കുന്നു, പിന്നീട് മാറ്റമില്ല എന്നുള്ളതിന് ചില എക്സസൈസുകളിലൂടെയൊക്കെ ചെറിയ രീതിയിൽ പരിഹരിച്ചെടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ ആ എക്സസൈസുകളും കാര്യങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ലിംഗത്തിൻ്റെ ആരോഗ്യം കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് റെഗുലറായിട്ട് മസാജ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു ഓയിലാണ്, ഒരു 100% ആയുർവേദിക് ആയിട്ടുള്ള ഓയിലാണ് മാൻഷൂർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മസാജ് ഓയിൽ എന്നുള്ളത്. ഇത് ആയുർവേദിക് ആയിട്ടുള്ള ഒരുപാടധികം ഇൻഗ്രീഡിയൻസുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. റെഗുലറായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടാനും ലിംഗത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഹെൽപ്പ് ചെയ്തേക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഈ പ്രോഡക്റ്റിനെ പറ്റിയോ ഇല്ലെങ്കിൽ ലൈംഗിക ആരോഗ്യത്തെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ കൺസൾട്ടേഷനും ഫ്രീ ആയിട്ട് മാൻഷൂർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാനുള്ളതും അതേപോലെ തന്നെ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ളതൊക്കെ ആയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ഫൈമോസിസും അതിൻ്റെ സൊല്യൂഷനിലും കാര്യങ്ങളിലോട്ടും കിടക്കാം. ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ സ്കിൻ ടൈറ്റ് ആവുന്ന അവസ്ഥ രണ്ട് രീതിയിൽ വരാം. ഒന്ന് പാത്തോളജിക്കലായിട്ട് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ രൂപപ്പെട്ടിട്ട് ആ സ്കിൻ ടൈറ്റ് ആവുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുക എന്നുള്ളതാണ് അതിന് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്. കാരണം ആ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്യേണ്ടതും അതേപോലെ തന്നെ അഗ്രചർമ്മം റിമൂവ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും അവരുടെ കേസിൽ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്നുള്ളത്. കാരണം അത് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു പ്രോബ്ലം ഉള്ളവർ ഉടനെ ഒരു ഡോക്ടറെ കാണുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി പ്രത്യേകിച്ച് ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഇല്ല, അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലാണ് ഈ ജന്മന തുടക്കത്തിലെ ഇങ്ങനെ ഉണ്ടായിരുന്നതാണ്, മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നുള്ള ഒരാളുടെ കേസിൽ അവർക്ക് ചില സ്ട്രെച്ചിങ് എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരും. നമ്മളിപ്പോൾ മസാജ് നേരത്തെ പറഞ്ഞു, മസാജ് ചെയ്യുന്ന പോലെ തന്നെ ഈ സ്ട്രെച്ചിങ് എക്സസൈസുകൾ കൂടി ആ മസാജിൻ്റെ പാർട്ടായിട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ മാറ്റം കൊണ്ടുവരാൻ പറ്റും. കൂടാതെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ കോർട്ടിക്കോസ്റ്റെറോയിഡ് ഓയിൽമെൻറ്റ്സുകൾ കാര്യങ്ങൾ കിട്ടും. അത് അപ്ലൈ ചെയ്താലും നമുക്ക് സ്കിൻ കുറച്ചും കൂടി ലൂസായിട്ട് വരാൻ ഹെൽപ്പ് ചെയ്തേക്കുന്നതാണ്. അപ്പം സർക്കംസിഷൻ അല്ലാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ചില ഓയിൽമെൻറ്റ്സ്, കോർട്ടിക്കോസ്റ്റെറോയിഡ് ഓയിൽമെൻറ്റ്സുകൾ അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ചില എക്സസൈസ്. എന്താണ് എക്സസൈസ് കാര്യങ്ങൾ എന്നുള്ളത് ഇനി നമുക്ക് പറയാം. കാര്യം വേറൊന്നുമില്ല, സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു പിക്ക് കാണിച്ചു തരാം. അതേപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഓവർ ഹാർഡായ രീതിയിൽ വലിച്ചു പൊട്ടിക്കാനൊന്നും നിൽക്കരുത് കേട്ടോ. നമ്മൾ പറയുന്ന എക്സസൈസിൽ ഓവർ പ്രഷർ കാര്യങ്ങൾ കൊടുക്കരുത്. എല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്യുക. പെട്ടെന്ന് മാറ്റങ്ങൾ എന്ന രീതിയിൽ ബലം പ്രയോഗിച്ച് ലിംഗത്തിന് ഹെഡിന് താഴെ ആ സ്കിൻ ടൈറ്റ് ആവുന്ന രീതിയിലൊന്നും അങ്ങനത്തെ പണിയൊന്നും എടുക്കരുത്. വളരെ സിമ്പിളായിട്ട് ഈ എക്സസൈസ് ക്ഷമയോട് കൂടിയിട്ട് റെഗുലറായിട്ട് ചെയ്യുക. മാറ്റങ്ങൾ ഗ്രാജുവലി കണ്ടു തുടങ്ങും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ എക്സസൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ രണ്ട് കൈയിലെയും ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ പിക്കിൽ കാണിച്ച പോലെ ജസ്റ്റ് ആ അഗ്രചർമ്മത്തിൽ പിടിക്കുക, രണ്ട് സൈഡിലോട്ടും കുറച്ച് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഇതൊരു 30 സെക്കൻഡ് മുതൽ 60 സെക്കൻഡ് വരെ, അതായത് ഏകദേശം 1 മിനിറ്റ് വരെ നമുക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കാം. ഇത് 4-5 തവണ ഡെയിലി ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി എന്നുള്ളത്. അപ്പോൾ സിമ്പിളായ രീതിയിൽ ഇത് ചെയ്യുക. ഭയങ്കര പ്രഷറൊന്നും കാര്യങ്ങളും കൊടുക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് സമാനമായ രീതിയിൽ തന്നെ അഗ്രചർമ്മത്തിന് രണ്ട് സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്യുന്ന രീതി തന്നെയാണ്. പക്ഷേ ഇത്തവണ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ ഈ ഫിംഗർ ഉണ്ടല്ലോ, ഇത് രണ്ട് കൈയുടെയും ഈ ഫിംഗേഴ്സുകൾ ആ ഒരു അഗ്രചർമ്മത്തിനുള്ളിലോട്ട് ചെറുതായിട്ട് കടത്തിയിട്ട് രണ്ട് സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ പിക്ക് കാണുന്ന പോലെ സ്ട്രെച്ച് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ 1 മിനിറ്റോളം ജസ്റ്റ് ഹോൾഡ് ചെയ്ത് നിർത്തുക. ദെൻ ഇതൊരു 4-5 തവണ കാര്യങ്ങൾ ഒരു ഡെയിലി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓവർ പ്രഷർ കൊടുക്കരുത്. അവിടെ സ്കിന്ന് പൊട്ടുന്ന രീതിയിലോ ഇല്ലെങ്കിൽ അവിടെ കാര്യമായിട്ടുള്ള വേദന വരുന്ന രീതിയിലോ കാര്യങ്ങൾ ചെയ്യരുത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് ആയിരിക്കണം ചെയ്യേണ്ടത്. മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ പിക്കിൽ കാണുന്ന പോലെ തന്നെ അഗ്രചർമ്മത്തിൽ പിടിച്ചിട്ട് താഴോട്ട് പതിയെ സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതാണ്. താഴോട്ട് പതിയെ വലിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു 40 സെക്കൻഡോളം ടൈം നമുക്കതിനെ ഹോൾഡ് ചെയ്ത് നിർത്താം. ദെൻ ഇതൊരു 4-5 തവണ ഡെയിലി ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ താഴോട്ട് വലിക്കുന്ന സമയത്ത് ആ ലിംഗത്തിൻ്റെ അഗ്രചർമ്മം താഴോട്ട് ആ ഒരു ഹെഡിന് താഴെ ലോക്കാവാത്ത രീതിയിൽ ശ്രദ്ധിക്കുക. കാരണം ചെല്ലി പെട്ടെന്ന് മാറുന്നതിൻ്റെ ഒരു ആവേശത്തിൽ താഴോട്ട് വലിച്ച് ആ ഹെഡിന് താഴെ ലോക്കായി നിൽക്കും. അത് കൂടുതൽ ബുദ്ധിമുട്ടുകളിലോട്ടാണ് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിളായിട്ട് ആ എക്സസൈസ് കാര്യങ്ങൾ ചെയ്യാം. ഇനി നാലാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഈ അഗ്രചർമ്മം ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ പിക്കിൽ കാണുന്ന പോലെ മുമ്പിലോട്ടായിട്ട് ചെറിയ രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഇതൊരു 40 സെക്കൻഡോളം ഹോൾഡ് ചെയ്ത് നിർത്തുക. അതേപോലെ ഒരു 4-5 തവണ ഡെയിലി ചെയ്യുക എന്നുള്ളതാണ്. ഈ 4 എക്സസൈസ് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ ഗ്രാജുവലി കണ്ടു തുടങ്ങും. കൂടാതെ നിങ്ങൾക്ക് ആ ഓയിൽമെൻറ്റും കാര്യങ്ങളൊക്കെ ഒരു ഡോക്ടറെ കണ്ടിട്ട് പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സർക്കംസിഷൻ ചെയ്യാതെ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയേക്കും എന്നുള്ളതാണ്. ഈ ഇൻഫെക്ഷൻ മൂലമുള്ളതിന് ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ഇൻഫെക്ഷൻ പെട്ടെന്ന് തന്നെ സോർട്ട് ചെയ്യുകയും അതിൻ്റെതായ രീതിയിൽ ഡീൽ ചെയ്യാണ് വേണ്ടത്. ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഇല്ലാത്തവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ സോർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതൊന്നും ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർക്കംസിഷനും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഈ സർക്കംസിഷൻ ചെയ്യുന്ന കേസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഇൻഫെക്ഷൻസ് റെഗുലർ ആയിട്ട് വരുന്നു, ഇല്ലെങ്കിൽ ഈ പാത്തോളജിക്കലായിട്ട് വരുന്ന ആ ഒരു ഫൈമോസിസ് പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക്, അതുപോലെ തന്നെ ലിംഗത്തിന് ഹെഡിന് താഴെ ലോക്കായി നിൽക്കുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻസുകളിലും അഗ്രചർമ്മം റിമൂവ് ചെയ്യുന്ന രീതിയിൽ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണെന്നുള്ളതാണ്. ഈ റിമൂവ് ചെയ്യുന്നതിന് തന്നെ പലതരത്തിലുള്ള മെത്തേഡുകളുണ്ട്. ലേസർ മെത്തേഡുകളുണ്ട്, സാധാരണ സർജിക്കൽ മെത്തേഡുകളുണ്ട്, പല മെത്തേഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെതായ രീതിയിൽ ഡീൽ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസും ആ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ മസാജ് ഓയിലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി നമ്മളെ ഫോളോ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ വരുന്ന പ്രതീക്ഷ നിർത്തുന്നു. ഇറ്റ്സ് മീൻ ഇന്ത്യ. സീ യു ടുമോറോ. ബൈ ഗൈസ്.